ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫോറൻസിക് ബാലിസ്റ്റിക്സ് ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അനാട്ടമി ഓഫ് ഫയർ ആം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആദ്യം ബാലിസ്റ്റിക്സും ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഫയർ ആം, ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് എ ഫയർ ആം, ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് എ കാട്രിഡ്ജ് ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് ഓൾ ദീസ് കോമ്പണൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ബാലിസ്റ്റിക്സ്, എന്താണ് ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. സോ ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽസ്. അപ്പോൾ പ്രൊജക്ടൈൽസ് എന്ന് പറയുമ്പോൾ എനി ഒബ്ജക്റ്റ് ത്രോൺ ഇൻ ടു സ്പേസ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ ഫർദർ ദ മോഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രാവിറ്റി ആൻഡ് എയർ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ബോൾ എറിയാണ് മുകളിലേക്ക്. അപ്പോൾ അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ആ കുട്ടി എറിയുമ്പോൾ അതിന് കിട്ടും. പിന്നീട് അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എയർ റെസിസ്റ്റൻസും ഗ്രാവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് പ്രൊജക്ടൈൽസ് എന്ന് പറയാം. അപ്പോൾ പ്രൊജക്ടൈൽസ് എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവും ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്താൽ അതിനെ നമുക്ക് പ്രൊജക്ടൈൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ ബാലിസ്റ്റിക്സ് നമ്മൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുക. അപ്പോൾ ഫോറൻസിക് ബാലിസ്റ്റിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബാലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവോൾവിംഗ് ഫയർ ആംസ്. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം ഫയർ ആം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫയർ ആം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ മനസ്സിൽ വരുന്നത് ഇതുപോലെ ഗൺസ് ഒക്കെ ആയിരിക്കും. മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബാലിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഫയർ ആംസിനെ കുറിച്ച് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ച് നമുക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഫയർ ആം എന്താണെന്ന് നോക്കാം. എ ഫയർ ആം ഇസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് ലോഞ്ചസ് എ പ്രൊജക്ടൈൽ അറ്റ് എ ഹൈ വെലോസിറ്റി ത്രൂ എ ബാരൽ ആസ് ദ റിസൾട്ട് ഓഫ് എക്സ്പാൻഡിങ് ഗ്യാസസ് ഫ്രം എ ബേണിംഗ് പ്രൊപ്പല്ലൻ്റ്. അപ്പോൾ ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഹൈ സ്പീഡായിട്ട് ബുള്ളറ്റ് ഇജക്റ്റ് ഔട്ട് ആവുന്നതും അതിനോടൊപ്പം തന്നെ ഒരു കുറച്ച് ഗ്യാസസും ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഫയർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഡിവൈസിന് ആസ് എ ഹോൾ നമുക്ക് എന്തെന്ന് പറയാം? ഗൺ എന്ന് പറയാം. ഇതിൽ ഉള്ള പ്രൊജക്ടൈലിന് നമുക്ക് എന്തെന്ന് പറയാം? ബുള്ളറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടൈലാണ് ബുള്ളറ്റ്. ഇനി ഇതിലൊരു പ്രൊപ്പല്ലൻ്റ് ഉണ്ട്, അതൊരു ലോ എക്സ്പ്ലോസീവ് ആണ്. എന്താണ് ലോ എക്സ്പ്ലോസീവ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ലോ എക്സ്പ്ലോസീവ് എന്ത് ചെയ്യും? അത് എക്സ്പാൻഡിങ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് കമ്പഷൻ നടക്കുമ്പോൾ. അപ്പോൾ ഈ എക്സ്പാൻഡിങ് ഗ്യാസസ് ആണ് നമ്മളിവിടെ കാണുന്ന വൈറ്റ് ഗ്യാസ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയർ ആമിൽ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഈ ഫയർ ആമിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇമേജിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മസിൽ, റൈഫിളിംഗ്, ഫ്രണ്ട് സൈഡ്, ബാരൽ, ബുള്ളറ്റ്, കാട്രിഡ്ജ്, ബ്രീച്ച് ഫേസ്, ഫയറിംഗ് പിൻ, റെയർ സൈറ്റ്, ഹാമർ, ഗ്രിപ്പ്, മാഗസിൻ, ട്രിഗർ ഗാർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഫയർ ആമിന്. അപ്പോൾ ഇനി ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ബാരലിനെ കുറിച്ച് സംസാരിക്കാം. സോ ബാരൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ എന്താണ് ബാരൽ, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ മെറ്റൽ ട്യൂബ് ദാറ്റ് ദ അമ്യൂണിഷൻ ട്രാവൽസ് ഡൗൺ ആൻഡ് ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ബാരൽ ഓൾസോ ആക്ട് ആസ് എ വേ ടു പോയിന്റ് ഓർ എയിം ദ ഗൺ. അപ്പോൾ ഈ പ്രൊജക്ടൈലിന് മൂവ് ചെയ്യാനുള്ള ഒരു പാത്ത് ആണ് ഈ ബാരൽ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാരൽ എന്തിനു കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊജക്ടൈലിനെ എയിം ചെയ്യാനും ഗൈഡ് ചെയ്യാനും കൂടിയാണ് ഈ ബാരൽ ഉള്ളത്. അപ്പോൾ ഈ ബുള്ളറ്റ് ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനെ ഗൈഡ് ചെയ്യാണ് ഈ ബാരൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ബാരലിൽ റൈഫിളിങ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് റൈഫിളിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റൈഫിളിംഗ് എന്ന് പറയുമ്പോൾ ഈ ബാരലിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിൽ ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും ത്രൂ ഔട്ട്. അപ്പോൾ ഈ ഇൻസൈഡ് ഈ ഡയാമീറ്റർ അല്ലെങ്കിൽ ഇൻസൈഡ് ഈ ട്യൂബിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുക. അപ്പോൾ ഈ ബോറിൻ്റെ ഉള്ളിൽ ഹെലിക്കലായിട്ടുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹെലിക്കലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഹെലിക്കലായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹെലിക്കലായിട്ട് കട്ട് ചെയ്തത് കൂടി നമ്മുടെ ബുള്ളറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ട്വിസ്റ്റിംഗ് മോഷൻ കൊടുക്കും. അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് മോഷൻ കിട്ടുമ്പോൾ ആ ബുള്ളറ്റിനൊരു ബെറ്റർ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അങ്ങനെ അതിന് കറക്റ്റായിട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ റൈഫിളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ റൈഫിളിംഗ് ഉള്ള ഗൺസിനെ നമ്മൾ റൈഫിൾഡ് ഗൺസ് എന്നും പറയും. ഇനി ഇത്രയുമാണ് ബാരലിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് നമുക്ക് കാട്രിഡ്ജ് അല്ലെങ്കിൽ ബുള്ളറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് കാട്രിഡ്ജ് അല്ലെങ്കിൽ ബുള്ളറ്റ്. രണ്ടും രണ്ടാണ്. കാട്രിഡ്ജ് വേറെ, ബുള്ളറ്റ് വേറെ, രണ്ടും സെയിം അല്ല.
അപ്പോൾ കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ is a combination of a metallic case that packages the bullet, propellant and primer precisely made to fit within the firing chamber of a firearm. അപ്പോൾ ഈ ഫയറിംഗ് ചേമ്പറിൻ്റെ ഉള്ളിൽ പ്രിസൈസ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോമ്പിനേഷനാണ് കാട്രിഡ്ജ് എന്ന് പറയുന്നത്, ഒരു പാക്കേജാണ് കാട്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഫയറിംഗ് ചേമ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ കാട്രിഡ്ജിനെ പൊസിഷൻ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്തേക്കുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ഫയറിംഗ് ചേമ്പർ എന്ന് പറയുന്നത്. ബിഫോർ ഫയറിങ് ഈ കാട്രിഡ്ജ് ഫയറിംഗ് ചേമ്പറിലായിരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാട്രിഡ്ജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാർട്സാണ് ബുള്ളറ്റ്, പ്രൊപ്പല്ലൻ്റ്, പ്രൈമർ. അപ്പോൾ ഒരു കാട്രിഡ്ജിൻ്റെ കട്ട് സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ടായിരിക്കും ബുള്ളറ്റ് ഉണ്ടാവുക. ഈ ബുള്ളറ്റിന് ക്യാച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഈ കാട്രിഡ്ജ് കേസാണ്. അപ്പോൾ ഈ കാട്രിഡ്ജ് കേസിൻ്റെ മൗത്തിലാണ് ഈ ബുള്ളറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബുള്ളറ്റിന് തൊട്ട് താഴെയായിട്ട് പ്രൊപ്പല്ലൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രൊപ്പല്ലൻ്റിൻ്റെ താഴെയാണ് പ്രൈമർ ക്യാപ്പ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രൈമർ എന്ന് പറയുമ്പോൾ അതിനകത്തും ഒരു എക്സ്പ്ലോസീവ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതൊരു ഹൈ എക്സ്പ്ലോസീവ് ആയിരിക്കും. പ്രൊപ്പല്ലൻ്റ് എന്ന് പറയുന്നത് ഒരു ലോ എക്സ്പ്ലോസീവ് ആയിരിക്കും. ഇനി ഈ ഹൈ എക്സ്പ്ലോസീവ് ബേൺ ചെയ്താലാണ് ഇഗ്നൈറ്റഡ് ഫ്ലെയിമാണ് പ്രൊപ്പല്ലൻറ്റിനെ ബേൺ ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലെയിമിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറിൽ നിന്ന് പ്രൊപ്പല്ലൻറ്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫ്ലാഷ് ഹോളും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ ബുള്ളറ്റ്. ബുള്ളറ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പ്രൊജക്ടൈൽ ആൻഡ് ഇറ്റ് ഈസ് എ ടിപ്പിക്കലി എ മെറ്റൽ ഒബ്ജക്റ്റ്. അത് മെറ്റൽ വെച്ചായിരിക്കും പൊതുവെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി ഫയർഡ് ഫ്രം എ ഗൺ ടു ഹിറ്റ് എ ഡിസൈർഡ് ടാർഗറ്റ്. ഇനി പ്രൊപ്പല്ലൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോ എക്സ്പ്ലോസീവ് ആണ്. ലോ എക്സ്പ്ലോസീവ് എന്ന് പറയുമ്പോൾ they are chemicals when ignited by an external agent undergo slow rate of burning. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വെച്ച് നമ്മൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്താൽ അത് സ്ലോലി ആയിരിക്കും ബേൺ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളൊരു കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ലോ എക്സ്പ്ലോസീവ് എന്ന് പറയുക. അപ്പോൾ പ്രൊപ്പല്ലൻ്റ് ഒരു ലോ എക്സ്പ്ലോസീവ് ആണ് വിച്ച് ത്രൂ കമ്പഷൻ പ്രൊവൈഡ്സ് വെലോസിറ്റി ടു ദ പ്രൊജക്ടൈൽ. അപ്പോൾ അത് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന എക്സ്പാൻഡിങ് ഗ്യാസസ് പ്രൊജക്ടൈലിന് മൂവ് ചെയ്യാനുള്ള വെലോസിറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് പ്രൊപ്പല്ലൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. എക്സാമ്പിൾ ഓഫ് പ്രൊപ്പല്ലൻസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പൗഡർ, നൈട്രോസെല്ലുലോസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്രൈമർ. So primer basically is a small cap at the base of the cartridge that is filled with a very tiny quantity of pressure sensitive explosive which is a high explosive. This helps to ignite the propellant. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ലെഡ് സ്റ്റിഫനേറ്റും മെർക്കുറി ഫൾമിനേറ്റും. അപ്പോൾ ഇവിടെ ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടം റീജിയനിൽ കാണുന്ന ഈ സ്ട്രക്ചറാണ് പ്രൈമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമർ ക്യാപ്പ്. അപ്പോൾ ഒരു ക്യാപ്പ് പോലെയാണ് ഇത് ഉണ്ടാവുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹൈ എക്സ്പ്ലോസീവ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രൈമറിന് ഒരു ചെറിയ ഷോക്ക് കിട്ടിയാൽ തന്നെ ആ ഹൈ എക്സ്പ്ലോസീവ് എക്സ്പ്ലോഡ് ആവും. എന്നിട്ട് ആ ഫ്ലെയിം ഈ ഫ്ലാഷ് ഹോളിലൂടെ മൂവ് ചെയ്ത് പ്രൊപ്പല്ലൻറ്റിലേക്ക് എത്തും. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കാണിക്കാം. ഇത് ഒരു കാട്രിഡ്ജ് കേസിൻ്റെ 2 രീതിയിലുള്ള ഡെപ്പിക്ഷനാണ്. ഒന്ന് നമ്മൾ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുക, ബുള്ളറ്റ്, കേസ്, പിന്നെ അതിൻ്റെ ബോട്ടം റീജിയൻ. പക്ഷേ ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ബുള്ളറ്റ്, രണ്ടാമത് പ്രൊപ്പല്ലൻ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഫ്ലാഷ് ഹോൾ ഉണ്ടാവും. ഇതാണ് പ്രൈമർ ക്യാപ്പ്. അപ്പോൾ പ്രൈമർ ക്യാപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഹൈ എക്സ്പ്ലോസീവ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്ലാഷ് ഹോളിലൂടെ ആ ഫ്ലെയിം കടന്നു വന്ന് പ്രൊപ്പല്ലൻറ്റിലെത്തി പ്രൊപ്പല്ലൻറ്റിനെ ബേൺ ചെയ്യുമ്പോൾ അവിടെ എക്സ്പാൻഡിങ് ഗ്യാസസ് ഉണ്ടാവും. ആ എക്സ്പാൻഡിങ് ഗ്യാസസ് ആണ് ഈ ബുള്ളറ്റിനെ പുഷ് ഔട്ട് ചെയ്ത് ഈ ബാരലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പ്രൊപ്പല്ലൻ്റ് ഏതാണെന്നും പ്രൈമർ ഏതാണെന്നും ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പൊതുവേ ബാലിസ്റ്റിക്സിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ പോർഷൻ കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി അടുത്ത പോർഷനാണ് ട്രിഗർ ഗാർഡ്, ട്രിഗർ, ഹാമർ, ഫയറിംഗ് പിൻ ആൻഡ് ബ്രീച്ച് ഫേസ്. അപ്പോൾ ട്രിഗർ ഗാർഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് റിംഗ് ദാറ്റ് ഡിറ്റേഴ്സ് ദ ട്രിഗർ ഫ്രം ബീയിങ് ആക്സിഡൻ്റലി സ്ട്രക്ക് ഓർ ടച്ച്ഡ്. അപ്പോൾ നമ്മൾ അറിയാതെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, ട്രിഗറിൽ പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൊരു ഗാർഡാണ് ഇത്, ട്രിഗർ ഗാർഡ് എന്ന് പറയുന്നത്. ഇനി ട്രിഗറാണ് നമുക്ക് ഈ ഇഗ്നീഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗർ പ്രസ് ചെയ്താൽ മാത്രമാണ് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ദ പാർട്ട് മൂവ്ഡ് ബൈ ദ ഫിംഗർ ദാറ്റ് ഇനീഷ്യേറ്റ് ദ ഫയറിംഗ് മെക്കാനിസം. അപ്പോൾ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ട്രിഗർ വന്ന് ഹാമറിനെ ആക്ടിവേറ്റ് ചെയ്യും. ഹാമർ വന്ന് ഫയറിംഗ് പിന്നിൻ്റെ ബോട്ടത്തിൽ ഹിറ്റ് ചെയ്യും. ഫയറിംഗ് പിൻ വന്ന്
ഈ നമ്മുടെ കാട്രിഡ്ജിൻ്റെ പ്രൈമർ ക്യാപ്പിൽ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ പ്രൈമർ ക്യാപ്പിന് ഇൻഡൻറ്റേഷൻ സംഭവിക്കും, ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്യും. ആ ഷോക്ക് കൊണ്ട് എന്ത് സംഭവിക്കും? പ്രൈമർ എക്സ്പ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് ഫ്ലാഷ് ഹോളിലൂടെ പ്രൊപ്പല്ലൻറ്റിലെത്തുന്നു. പ്രൊപ്പല്ലൻ്റ് ബേൺ ചെയ്ത് എക്സ്പാൻഡിങ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എക്സ്പാൻഡിങ് ഗ്യാസസ് ഹൈ പ്രഷർ ആയിരിക്കും, അത് ഈ ബുള്ളറ്റിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ട്രിഗറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫയറിംഗ് പിൻ. അപ്പോൾ ഫയറിംഗ് പിൻ എന്ന് പറയുന്നത് ഈ ഇവിടെ കാണുന്ന ഈ റോഡ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഈ ഫയറിംഗ് പിന്നാണ് വന്ന് ഈ പ്രൈമറിൽ വന്ന് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ഫയറിംഗ് പിൻ സ്ട്രൈക്സ് ദ പ്രൈമർ ഓഫ് ദ കാട്രിഡ്ജ് ആൻഡ് ദ ട്രിഗർ ഇസ് പുൾഡ് മേക്കിംഗ് ദ ബുള്ളറ്റ് ഷൂട്ട് ഡൗൺ ദ ബാരൽ. ഇനി വരുന്നതാണ് ഹാമർ. സോ ഓൾറെഡി ഞാൻ ഹാമറിനെ പറ്റി പറഞ്ഞു. ഇറ്റ് സ്ട്രൈക്സ് ദ ഫയറിംഗ് പിൻ ഓർ ദ കാട്രിഡ്ജ് പ്രൈമർ വെൻ ദ ട്രിഗർ ഇസ് പുൾഡ്. സോ ട്രിഗർ പുള്ള് ചെയ്യുമ്പോൾ ഈ ഹാമർ ആക്ടിവേറ്റ് ആവും, അത് വന്ന് ഈ ഫയറിംഗ് പിന്നിൽ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫയറിംഗ് പിൻ എന്ത് ചെയ്യും? വന്ന് പ്രൈമറിൽ വന്ന് ഹിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഫയറിംഗ് ഇനീഷ്യേറ്റ് ആവുക. ഇനി വരുന്നതാണ് ബ്രീച്ച് ഫേസ്. സോ ദ റിയർ എൻഡ് ഓഫ് ദ ബാരൽ, അതിനെയാണ് നമ്മൾ ബ്രീച്ച് ഫേസ് എന്ന് പറയുക. ഫ്രം ഹിയർ ചേംബർ ബിഗിൻസ്. അപ്പോൾ ഈ റിയർ പോർഷനെയാണ് നമ്മൾ ബ്രീച്ച് ഫേസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ചേംബർ എന്താണെന്ന് പറഞ്ഞു, ഇത്രയും പോർഷനാണ് നമ്മൾ ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ ചേംബർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്രീച്ച് ഫേസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒരു ഫയർ ആമിൻ്റെ. ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗസിൻ ഗ്രിപ്പ്, ഫ്രണ്ട് സൈറ്റ്, റിയർ സൈറ്റ്. സോ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ മാഗസീൻ ഒരു കണ്ടെയ്നർ പോലെയാണ്. അത് കാട്രിഡ്ജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഹോൾഡ്സ് കാട്രിഡ്ജസ്, സ്റ്റോർസ് ദം ആൻഡ് ഫീഡ്സ് ദം ഇൻ ടു ദ ചേംബർ ഓഫ് ദ ഫയർ ആം. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഫയറിംഗ് ചെയ്യേണ്ടത്, അപ്പോഴൊക്കെ ആവശ്യമുള്ള കാട്രിഡ്ജ് ഫീഡ് ചെയ്യുന്നതും ഈ മാഗസീനാണ്. അതെല്ലാം ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആണ്. ഇനി ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്ചറിങ് ഉള്ള ഒരു സർഫസാണ്. അത് ഈ ഷൂട്ടറിന് ഗൺ ഫേമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഫ്രണ്ട് സൈറ്റും റിയർ സൈറ്റും. ഈ ഫ്രണ്ട് സൈറ്റും റിയർ സൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സാണ്. ഇതാണ് ഒരു ഷൂട്ടറിനെ ഗൺ അലൈൻ ചെയ്യാനും എയിം ചെയ്യാനും ടാർഗറ്റിലേക്ക് എയിം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഒരു ഫയർ ആമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തായാലും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബാലിസ്റ്റിക്സിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലേക്ക് വരണം. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ കാട്രിഡ്ജ് എന്ന് പറയുക. ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഈ മെറ്റലായിട്ടുള്ള പ്രൊജക്ടൈലിന് മാത്രമാണ് നമ്മൾ ബുള്ളറ്റ് എന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫയറിംഗ് പിൻ എന്ന് പറയുമ്പോഴും ഹാമർ എന്ന് പറയുമ്പോഴും ട്രിഗർ എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് എ ഫയർ ആം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നത് ഇപ്പോൾ കവർ ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കിയത് ബാലിസ്റ്റിക്സ് ആൻഡ് ഫോറൻസിക് ബാലിസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു. പിന്നെ എന്താണ് ഫയർ ആം എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതും അതിൽ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്താണെന്നുള്ളതും നമ്മൾ കണ്ടു. അതേപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആയിട്ടുള്ള കാട്രിഡ്ജിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സും എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നതെന്നും നമ്മൾ കണ്ടു. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഈച്ച് കോമ്പണൻറ്റ്, ഓരോ കോമ്പണൻറ്റിൻ്റെയും ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫയർ ആമിൻ്റെ മസിൽ എൻഡ് തുടങ്ങി നമ്മളുടെ റിയർ വരെയുള്ള ഏതൊക്കെ പാർട്സ് ആണുള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോക്കി മനസ്സിലാക്കി ഈ പോർഷൻസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ബാലിസ്റ്റിക്സിനെ കുറിച്ചും ഫയർ ആമിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ബാലിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു.